പൂസേ എവിടെ ഇത്? വെട്ടുകാട് പള്ളിയിലാണോ? ഇതുവരെ കാണിക്കട്ടെ. കാക്ക കൊത്തല്ലേ? കല്ല് മണ്ണെടുത്തെറിയില്ലേ? കണ്ണി വീഴും. മണ്ണെടുത്തെറിയില്ലേ? കണ്ണി വീഴുവേ. അതിനെ കൊത്താൻ വരുമോ എല്ലാവരും കൂടി? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തും അതേപോലെ തന്നെ വേളി ടൂറിസ്റ്റ് വില്ലേജിനടുത്തുമായിട്ടാണ് ഈ വെട്ടുകാട് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. സൺസെറ്റ് കണ്ടിട്ട് വരാം. അതെ, വാ അങ്ങോട്ട് പോയി കണ്ടിട്ട് വരാം. വാ വാടാ. കാഴി എവിടെ? അങ്ങനെ നടക്കാതെ മുട്ടൊക്കെ വേനെടുക്കും. കണ്ടോ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? വാ വാ, കണ്ട അവിടെ പോയി കണ്ടാൽ സൂര്യൻ അസ്തമിക്കുന്നതാണ്. നമുക്ക് പതുക്കെ പോകും, പതുക്കെ ഇവിടെ. ഫിഷ് പിടിക്കാൻ പോകുന്ന ബോട്ട് കണ്ടോ? കണ്ടോ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് കണ്ടോ? ഇതിൻ്റെ അകത്ത് ഈ ബോക്സ് ഇല്ലേ, ഇവിടെ അവർ ഇതില്ലേ ഇതിൻ്റെ അകത്ത്, ഇവിടെ അവർ മീനെ പിടിച്ചോണ്ട് വരുന്നത്. കടലിൽ പോണ്ട, കടൽ കടിക്കും. പട്ടി കടിക്കും. കടലിൽ പോലെ അടിക്കേ. മതി മതി. ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ സന്ദർശകർക്കും അതേപോലെ തന്നെ വിശ്വാസികൾ ആയിട്ടുള്ളവർക്കും ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. രാത്രി സമയങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് സായനങ്ങളും രാത്രിയും ഒക്കെ ഇവിടെ ചെലവിടാറുണ്ട്. അതിലെല്ലാം മണ്ണ നമുക്ക് പള്ളിയുടെ അവിടുന്ന് വാഷ് ചെയ്യിപ്പിക്കാം. കടലുണ്ടോ? ഇവിടേക്ക് എന്തോ കാണിക്കുന്നേ? വാഷ് ചെയ്യാനോ? വാഷ് ചെയ്യാൻ പോയാൽ പിന്നെയും കടലിൽ വെള്ളം ചെളിയാത്തല്ലേ ഉള്ളൂ. വെട്ടുകാട് പള്ളിയുടെ അടുത്തുള്ള ബീച്ച് എന്ന് പറയുന്നത് വലിയ എന്താ പറയുക, പ്രശ്നമുള്ള ബീച്ചുകളല്ലേ, വലിയ തിരക്ക് വന്ന് അടിച്ചു കൊണ്ടുപോകുന്ന ബീച്ചുകൾ ഒന്നുമല്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ലൈഫ് ഗാർഡോ അങ്ങനത്തെ ആൾക്കാരും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ നമ്മൾ സേഫായിട്ട് നിന്ന് ബീച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ബീച്ചിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പള്ളി കയറിയിട്ട് വീട്ടിൽ പള്ളി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ കുരിശുമൂട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കുരിശുമൂടിലും അതേപോലെ തന്നെ പള്ളിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
അപ്പോൾ ട്രെയിൻ കാണുന്ന ഭയങ്കര ക്രേസുള്ള പരിപാടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പഴയ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വേറൊരു റൂട്ട് വഴി വന്നിട്ട് അപ്പോൾ നമുക്ക് റെയിൽവേ ക്രോസിങ് കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിൻ കാണുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവനും സന്തോഷമായി, ഞങ്ങളും സന്തോഷമായിട്ട് നമ്മൾ നേരെ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.